വാർത്ത തടയുന്നത് എന്തിന്? വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് എങ്ങനെ തെറ്റാകും? ദിലീപിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ തടയണമെന്ന ദിലീപിന്റെ ആവശ്യത്തിനെതിരെ ഹൈക്കോടതി. പ്രതിയായ ദിലീപിന്റെ പേര് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ കുറ്റകൃത്യമാകുമെന്ന ദിലീപിനോട് ഹൈക്കോടതിയുടെ ചോദ്യം. വിചാരണയുടെ വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് എങ്ങനെ തെറ്റാകും? പ്രതിയുടെ പേര് പറയുന്നത് നിയമത്തിൽ എവിടെയാണ് വിലക്ക് എന്നും കോടതി ചോദിച്ചു. ശ്യാം ദേവരാജും ആർ റോഷിപാലും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം ശ്യാം ദേവരാജിലേക്ക് പോവുകയാണ്. കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ. ശ്യാം ദേവരാജ്, നിർണായകമായിട്ടുള്ള നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് എങ്ങനെ തടയാൻ കഴിയുമെന്നുള്ളതാണ്. അതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്? ശ്രുതി, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്ന സമയത്താണ് ഇതിൽ ഏതാണ്ട് 28 സാക്ഷികൾ കൂറുമാറുന്നത്. ഈ സാക്ഷികളുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടറായ ആർ റോഷിപാൽ 2022 പുറത്തുവിടുന്നത്. ഈ വാർത്തയുടെ കൂടി പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടർ ടിവി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കണമെന്ന് കേസിലെ അന്ന് ഈ വിചാരണ നേരിട്ട 8ാം പ്രതിയായ ദിലീപ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ഈ കേസിലാണ്, ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതി ദിലീപിനോട്, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ദിലീപിനോട്, കേസിലെ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പ്രതിയായ ദിലീപിന്റെ പേര് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ കുറ്റകൃത്യമാകുമെന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. പ്രതിയുടെ അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ തെറ്റാകും എന്നും സിംഗിൾ ബെഞ്ച് നടൻ ദിലീപിനോട് ചോദിക്കുന്നു. വിചാരണയുടെ വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് എങ്ങനെ തെറ്റാകുമെന്നാണ് ഹൈക്കോടതിയുടെ മറ്റൊരു ചോദ്യം. പ്രതിയുടെ പേര് പറയുന്നതിൽ നിയമത്തിൽ എവിടെയാണ് വിലക്ക് എന്ന കാര്യവും കൂടി ദിലീപിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിച്ചു. നിയമത്തിൽ ഒരിടത്തും വിലക്കില്ല, അങ്ങനെ ഒരു വിലക്കില്ല. പ്രതിയുടെ പേര് പറയുന്നതിൽ ഒരിടത്തും നിയമത്തിൽ വിലക്കില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചത്. മാത്രമല്ല, കോടതി പറയുന്നത് ഇങ്ങനെയാണ്: വിചാരണ ആരംഭിച്ചു, സാക്ഷികളെ വിസ്തരിച്ചു, സാക്ഷികൾ കൂറുമാറി. ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ തെറ്റാകുമെന്ന കാര്യവും കൂടി ദിലീപിനോട് ഹൈക്കോടതി ചോദ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തു. പ്രതിയുടെ പേര് പറയുന്നതിലൂടെ പരാതിക്കാരിയെ ഈ കേസിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് കോടതി നിരീക്ഷിക്കുന്നത്. തെറ്റായ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ടോ എന്നത് മാത്രമാണ് പരിശോധിക്കേണ്ടതെന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കോടതി ലക്ഷ്യ കേസ് മാത്രമല്ലേ പരിഹാരമാർഗമെന്ന് ദിലീപിനോട് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്തു. കോടതി ലക്ഷ്യ കേസ് വിചാരണ കോടതിയുടെ പരിഗണനയിലാണ് എന്ന് മുൻ എഡിറ്റർ ഇൻ ചീഫായ MV നികേഷ് കുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ CP ഉദയഭാനു ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 4 കേസുകളാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. ഈ കേസിന്റെ തൽസ്ഥിതി വിവരങ്ങൾ അറിയിക്കാനുള്ള നിർദ്ദേശം പോലീസിന് ഹൈക്കോടതി നൽകുകയും ചെയ്തില്ലെങ്കിൽ കോടതി ലക്ഷ്യ നടപടികൾ ആരംഭിക്കും എന്നാണ് കോടതി പോലീസിനോട് നൽകിയ മുന്നറിയിപ്പ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ ദിലീപിനോട്, കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനോട് ഹൈക്കോടതി ഉയർത്തുന്ന സുപ്രധാനമായ ചോദ്യങ്ങളാണ്. അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശത്തിന്റെ ഭാഗമായി റിപ്പോർട്ടർ ടിവി ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ കോടതി ലക്ഷ്യമാകും, അതെങ്ങനെ തെറ്റാകും, അതെങ്ങനെ കുറ്റകൃത്യമാകും എന്ന നിർണായകമായ ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രസക്തം. പ്രത്യേകിച്ചും ഇങ്ങനെ പ്രതിയുടെ പേര് പറയുന്നതിൽ ക്രിമിനൽ നിയമത്തിൽ ഒരിടത്തും വിലക്കില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. വിചാരണയുടെ വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് എങ്ങനെ തെറ്റാകുമെന്ന് കൂടി ഹൈക്കോടതി ചോദിക്കുന്നു. പ്രതിയുടെ പേര് പറയുന്നതിന് ക്രിമിനൽ നിയമത്തിൽ എവിടെയാണ് വിലക്ക് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, നിയമത്തിൽ ഒരിടത്തും വിലക്കില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. വിചാരണ ആരംഭിച്ചു, സാക്ഷികളെ വിസ്തരിച്ചു, സാക്ഷികൾ കൂറുമാറി തുടങ്ങിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റല്ല. അത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ തെറ്റാകുമെന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതിൽ ഈ പ്രോസിക്യൂഷൻ സാക്ഷികളായ സിദ്ദീഖ്, ഭാമ, ഇടവേള ബാബു ഉൾപ്പെടെ 28 പേർ കൂറുമാറി എന്നതായിരുന്നു നേരത്തെ റിപ്പോർട്ടർ ടിവി അതിന്റെ വിചാരണയ്ക്കിടെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടർ ടിവി ആ വാർത്ത പുറത്തുവിടുമ്പോഴാണ് ഈ സാക്ഷികളുടെ കൂട്ടക്കൂറുമാറ്റം പുറം ലോകം അറിയുക കൂടി ചെയ്യുകയും ചെയ്യുന്ന അതടക്കമുള്ള പ്രാധാന്യം ഈ കേസിലുണ്ട്. എന്തായാലും കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനോട് നിർണായകമായ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ദിലീപിനോട് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. തീർച്ചയായിട്ടും പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ്